ക്ലിയോപാട്ര. ആ പേര് കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. ഈജിപ്തിലെ റാണിയായ ക്ലിയോപാട്ര അഴകിന്റെ റാണിയായാണ് അറിയപ്പെടുന്നത്. ലോകചരിത്രത്തിലെ സൗന്ദര്യത്തിന്റെ പ്രതിരൂപം. തന്റെ ശരീരം ഉപയോഗിച്ച് മഹത്തായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച വിശ്വസുന്ദരിയാണ് അവൾ. ചരിത്രത്തിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ പര്യായമായാണ് ഈജിപ്ഷ്യൻ റാണി ക്ലിയോപാട്ര അറിയപ്പെടുന്നത്. വിചിത്രമായ പല സൗന്ദര്യ സംരക്ഷണ രീതികളും ക്ലിയോപാട്ര പ്രയോഗിച്ചിരുന്നുവത്രേ. ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് തടയാനായി ക്ലിയോപാട്ര കഴുതപ്പാലിൽ കുളിച്ചിരുന്നു. 700 കഴുതകളെ ഇതിനായി പ്രത്യേകം വളർത്തിയിരുന്നു. കഴുതപ്പാലിൽ അടങ്ങിയ ചില പോഷണങ്ങൾ ചർമ്മത്തിന് നല്ലതാണെന്നായിരുന്നു വിശ്വാസം. ടോളമി രാജവംശ പരമ്പരയിൽ ടോളമി 12ാമന്റെ മകളായി BC 69 ക്ലിയോപാട്ര ജനിക്കുന്നത്. പ്രതാപശാലിയായ പിതാവിൽ നിന്നും ഉരുവായവൾ എന്നാണ് ക്ലിയോപാട്ര എന്ന പേരിനർത്ഥം. അഴകിന്റെ മൂർത്തിമ ഭാവം എന്ന വണ്ണം ക്ലിയോപാട്ര വളർന്നു വന്നു. ക്ലിയോപാട്രയുടെ 18ാമത്തെ വയസ്സിൽ, അതായത് BC 51 പിതാവായ ടോളമി 12ാമൻ മരണമടഞ്ഞതോടെ ഈജിപ്തിന്റെ അധികാരം ക്ലിയോപാട്രയുടെ കൈകളിൽ വന്നു ചേർന്നു. ഈജിപ്തിൽ അക്കാലത്ത് ഇൻസെക്ട് മാരേജ് പോപ്പുലർ ആയിരുന്നു. അധികാരം വിഭജിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ എല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം ചെയ്തിരുന്നത്. ക്ലിയോപാട്ര തന്റെ 10 വയസ്സുള്ള സഹോദരൻ ടോളമി 13ാമനെ വിവാഹം ചെയ്യുകയും ഇരുവരും കൂടി ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് ഈജിപ്തിലെത്തിയ പ്രമുഖ ജനറലും വിശ്വവിഖ്യാത ഭരണാധികാരിയുമായ ജൂലിയസ് സീസറുമായി ക്ലിയോപാട്ര സ്നേഹത്തിലായിരുന്നു. ഈജിപ്തിൽ അധികാരം വീണ്ടും ഉറപ്പിക്കാൻ സീസർ ക്ലിയോപാട്രയ്ക്ക് പിന്തുണ നൽകി. ജൂലിയസ് സീസർ കൊല്ലപ്പെടുന്ന സമയത്ത് ക്ലിയോപാട്ര റോമിലുണ്ടായിരുന്നു. സീസറിന്റെ മരണത്തിന് ശേഷം റോമിന്റെ അധികാരിയായ മാർക്ക് ആന്റണിയെ ക്ലിയോപാട്ര വിവാഹം കഴിച്ചു. എന്നാൽ ജൂലിയസ് സീസറുടെ അനന്തരവനായ ഒക്ടിയോവനുമായുള്ള യുദ്ധങ്ങൾ മാർക്ക് ആന്റണിയുടെ അധികാരം കുറച്ചു കൊണ്ടുവന്നു. ഒടുവിൽ ആക്ടിയം കടൽ യുദ്ധത്തിൽ മാർക്ക് ആന്റണിയുടെ പട ഒക്ടോവിയനു മുന്നിൽ പരാജയപ്പെട്ടു. തുടർന്ന് ക്ലിയോപാട്രയുടെ രാജധാനിയായ അലക്സാൻഡ്രിയ നഗരവും ഒക്ടേവിയൻ അധീനതയിലാക്കി. ഇതോടെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു. ക്ലിയോപാട്രയും പിന്നീട് ഇതേ രീതിയിൽ മരിച്ചു. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് അടക്കം ചെയ്തതെന്നാണ് പ്ലൂട്ടാർക്കിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ക്ലിയോപാട്രയുടെ കല്ലറ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അലക്സാൻഡ്രിയ നഗരത്തിൽ എവിടെയോ അല്ലെങ്കിൽ കടലിനടിയിലോ ആകാം ഈ കല്ലറയെന്നാണ് കരുതപ്പെട്ടിരുന്നത്. തബോസിരിയസ് മാഗ്നയിലാകാനുള്ള സാധ്യതയും ചരിത്രകാരന്മാർ പങ്കുവച്ചിരുന്നു. ഈജിപ്തിലെ പ്രമുഖ ദേവതയായിരുന്ന ഓസിരിസിന്റെ ആരാധനാലയമാണ് തബോസിരിയസ് മാഗ്ന. അലക്സാണ്ടറുടെ പടയോട്ടത്തിന് ശേഷം ഈജിപ്തിൽ താവളമുറപ്പിച്ച ഗ്രീക്ക് വംശജരായ രാജകുടുംബാംഗങ്ങൾ ഓസിരിസിനെ ആരാധിച്ചിരുന്നു.